ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മറ്റൊരു അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് നോക്കിയൻ്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ നോക്കിയ 5.4 ആണ്. അപ്പോൾ നോക്കിയ 5.4 എന്ന് പറഞ്ഞാൽ ഡിസംബർ 2020 ഇത് ഗ്ലോബൽ ഡെബ്യൂ നടന്നത്. അത് കഴിഞ്ഞിപ്പോൾ ഇത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് നോക്കിയ 5.4. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്, ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഓഫർ ചെയ്യുന്നത് എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 662 പ്ലാറ്റ്ഫോമാണ്. അതേപോലെ തന്നെ ഇത് 4000 mAh കപ്പാസിറ്റി ബാറ്ററി, ഒരു 48 മെഗാപിക്സൽ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ഉണ്ട്. ഇതിനകത്തൊരു സിനിമ മോഡ് എന്ന് പറഞ്ഞൊരു മോഡൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്, അതായത് ആൻഡ്രോയിഡ് 1 പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു ഡിവൈസാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 2 വർഷത്തേക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ആണ് പ്രോമിസ് ചെയ്യുന്നത്. ഇവിടെ കണ്ടില്ല, 2 years ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ആണ് പറയുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മൾ പറയാവുന്നത് ഒരു HD+ പഞ്ച് ഹോൾ ക്യാമറയാണ് വരുന്നത്. AI എൻഹാൻസ് പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൻഡ്രോയിഡ് 1 പ്ലാറ്റ്ഫോമാണ്. പിന്നെ നമുക്കിവിടെ കിട്ടുന്നത് 4+64 GB വേരിയൻ്റാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 13,999 ഇതിൻ്റെ ബേസ് പ്രൈസ്. 6GB വേർഷൻ്റെ അതിന് 15,499, അതായത് 15,500. ബേസ് പ്രൈസ് 13,999. അപ്പോൾ വില ഡെഫിനറ്റ്ലി കുറച്ച് കൂടുതലാണ്, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ക്വാൾകോമിൻ്റെ 662-നും 14,000 രൂപ എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി കുറച്ച് കൂടുതലാണ്. പക്ഷേ നോക്കിയ പറയണമെന്ന് വെച്ചാൽ ഇതിൽ എക്സ്പീരിയൻസ് ബെറ്റർ ആയിരിക്കും, കാരണം സ്റ്റോക്ക് ആൻഡ്രോയിഡും 2 വർഷത്തെ പ്രോമിസ്ഡ് അപ്ഡേറ്റ്സുമാണ് നോക്കിയ പറയുന്നത്. അപ്പോൾ ഈ ഡിവൈസിന് അൺബോക്സിങ് നമുക്ക് ചെയ്യാം, ക്യാമറ സാമ്പിൾസ് കാണാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കിയ 5.4ൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. ഞാൻ നേരത്തെ കാണിച്ച പോലെ 2 years ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ്, ആൻഡ്രോയിഡ് 1 പ്ലാറ്റ്ഫോമാണ്. ഇതിൻ്റെ അകത്തൊരു പാറ്റേൺ കാണാം നിങ്ങൾക്ക്. അതേപോലെ തന്നെ ഒരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കിയ 5.4 ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 48 മെഗാപിക്സൽ 2 മെഗാപിക്സൽ ഡെപ്ത് സെൻസർ, അൾട്രാ വൈഡ് 2 മെഗാപിക്സൽ മാക്രോ സെൻസർ, 16 മെഗാപിക്സൽ പഞ്ച് ഹോൾ ക്യാമറയാണ് വരുന്നത്. പോർട്രേറ്റ് മോഡ്, സിനിമ മോഡൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ HD+ പഞ്ച് ഹോൾ ക്യാമറയാണ് വരുന്നത്. ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 662 ചിപ്സെറ്റാണ്. 4000 mAh 2 day ബാറ്ററി ലൈഫും USB Type-C ബാറ്ററി ചാർജിങ്ങുമാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ്. ഇതിനകത്ത് സ്ക്രീൻ പ്രൊട്ടക്ടറും ഉണ്ട്. പിന്നെ നമുക്ക് വേറെ ആക്സസറീസൊക്കെ വേറെ മേടിക്കാവുന്നതാണ്, അതൊക്കെ എഴുതിയിരിക്കുന്നത്. ആൻഡ്രോയിഡ് 11 റെഡി എന്നാണ് എഴുതിയിരിക്കുന്നത്, അതായത് ആൻഡ്രോയിഡ് 11 ഉടൻ തന്നെ വരും എന്നാണ് കമ്പനി നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഇത് 4+64 GB സ്റ്റോറേജാണ്. പോളാർ നൈറ്റ് എന്നാണ് ഇതിൻ്റെ കളറിൻ്റെ പേര്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ ആദ്യം നമുക്ക് കാണുന്നത് ഗൂഗിളിൻ്റെ ലോഗോ കാണാം. ഇത് നമ്മുടെ ആൻഡ്രോയിഡ് 1 ആയതുകൊണ്ട് തന്നെ ഗൂഗിളിൻ്റെ ലോഗോ ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇവിടെ നമുക്കൊരു സിം ഇജക്റ്റർ പിന്നാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷൻ, ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ഗൈഡൊക്കെയാണ് വരുന്നത്. ഇതിനകത്ത് സാർ വാല്യൂ ഇൻട്രസ്റ്റഡ് ആയവർക്ക് സാർ വാല്യൂ ഉണ്ടോ എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് സാർ വാല്യൂവിന് മെൻഷൻ ഇല്ല. ഇതിനകത്ത് ആക്ച്വലി USB Type-C പോർട്ടും ബാക്കി ഇത് കണ്ടില്ലേ, ഡുവൽ സിം കാർഡ് സപ്പോർട്ട് ഉണ്ട്, അതായത് ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ടും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അത് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ബാക്ക് പാനലിലാണ് വരുന്നത്. EAPs എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സാർ വാല്യൂവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സാർ വാല്യൂ ഹയസ്റ്റ് സാർ വാല്യൂ 0.452, പിന്നെ ഹയസ്റ്റ് ടെസ്റ്റഡ് ഈസ് 1.369 ആണ് ഇതിനകത്ത് പറയുന്നത്, ഹയസ്റ്റ് ടെസ്റ്റഡ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് വരുന്നത്. ഇനി ഇതിനകത്ത് വരുന്നത് ഒരു കേസാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു TPU കേസ് ഇതിനകത്ത് കൂടെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേറെ കേസൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല, ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. പിന്നെ ചാർജർ നമുക്ക് നോക്കാം. ഇതിനകത്ത് ഒരു ഇയർ പീസ് വരുന്നുണ്ട്. ഇപ്പോൾ ആരും തന്നെ ഇയർഫോൺസ് പ്രൊവൈഡ് ചെയ്യാറില്ല. ഇവിടെ 3.5mm ഓഡിയോ ജാക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഇയർഫോൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ USB Type-C കേബിളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അഡാപ്റ്ററിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് പറയുകയാണെങ്കിൽ ഇത് എനിക്ക് തോന്നുന്നു 5 volt 2 ampere, അതായത് 10 watt ചാർജിങ് വരുന്നുള്ളൂ. വളരെ ബേസിക് ചാർജിങ് ആണ്, 10 watt ചാർജിങ് ആണ്. ഫാസ്റ്റ് ചാർജിങ് ഒന്നുമില്ല, 10 watt ഫാസ്റ്റ് ചാർജിങ് ആണ്. അത് ആക്ച്വലി വളരെ ബേസിക് ചാർജിങ് ആണ്. ഇപ്പോൾ എല്ലാവരും 18 wattലേക്ക് പോയിരിക്കുന്നു, ഇവിടെ നമുക്ക് 10 watt കിട്ടുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇതാണ് വരുന്നത്, ഒരു HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ഒരു ലാർജ് ഡിസ്പ്ലേ ആണ്, എങ്കിലും HD+ കൊടുത്തുള്ളൂ. ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ഫുൾ HD ആണ് നമ്മൾ സാധാരണ എക്സ്പെക്ട് ചെയ്യാറ്. എങ്കിലും ബെസൽസിൻ്റെ കാര്യത്തിൽ കുഴപ്പമില്ല, താഴെ മാത്രമേ ചെറിയ ബെസൽസ് ഉള്ളൂ. ബാക്കി മോൾ ഭാഗത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പഞ്ച് ഹോൾ 16 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ HD+ ആണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു ഡിസ്പ്ലേ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്.
പിന്നെ ബാക്ക് പാനലിൽ നമുക്ക് ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഒരു 48 മെഗാ പിക്സൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വാഡ് ക്യാമറയാണ്, നോക്കിയ ബ്രാൻഡിങ് ആണ്. അതേപോലെ തന്നെ LED ഫ്ലാഷും ഫിംഗർ പ്രിന്റ് സ്കാനറും കാണാം. പിന്നെ ഒരു പാറ്റേൺ കണ്ടില്ലേ നിങ്ങൾ, പാറ്റേൺ കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചും കൂടെ ക്ലോസറായി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പാറ്റേൺ കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകൾ ഭാഗത്ത് 3.5 മെമ്മറി ജാക്കും, താഴെ സ്പീക്കർ യൂണിറ്റും USB Type-C പോർട്ടുമാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ സിം ഇജക്ടർ പിന്നും സ്ലോട്ടും പവർ ബട്ടനുമാണ്, ഗൂഗിൾ അസിസ്റ്റൻറ്റ് ബട്ടനാണ്. റൈറ്റ് സൈഡിൽ നമുക്ക് പവർ ബട്ടനും വോളിയം കീസുമാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡിസൈൻ ആസ്പെക്റ്റ് പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് സോഫ്റ്റ്വെയർ നോക്കാം. വളരെ സ്റ്റോക്ക് ആൻഡ്രോയിഡാണ്, വേറെ ഒരു ആപ്സും തന്നെ ഇൻസ്റ്റാൾഡ് അല്ല. ഗൂഗിൾ ആപ്സ് മാത്രമേ ഉള്ളൂ പ്രീ ഇൻസ്റ്റാൾഡ്, വേറെ ഒരു ആപ്സും തന്നെ ഇൻസ്റ്റാൾഡ് അല്ല. അത് നല്ലൊരു കാര്യമാണ് ആക്ച്വലി. ആഡ്സോ അല്ലെങ്കിൽ ജങ്കോ അല്ലെങ്കിൽ ബ്ലോട്ട്വെയർസ് ഒന്നും തന്നെ അവൈലബിൾ അല്ല. വളരെ ക്ലീൻ ആൻഡ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇനി നമുക്ക് സെറ്റിങ്സിലൊന്ന് പോകാം. സെറ്റിങ്സ് പോകുമ്പോൾ കണ്ടില്ലേ, ഡാർക്ക് മോഡ് ഉണ്ട്, എബൌട്ട് ഫോണ്, നോക്കിയ 5.4. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ ആൻഡ്രോയിഡ് 10 ആണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് ആൻഡ്രോയിഡ് 10 ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 11ലേക്ക് അപ്ഡേറ്റ് ഉടൻ തന്നെ വരും. പക്ഷേ സെക്യൂരിറ്റി പാച്ച് പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ആക്ച്വലി. പക്ഷേ ആൻഡ്രോയിഡ് 11ലേക്കുള്ള അപ്ഡേറ്റ് എന്നാന്നുള്ളതിന് ഒരു ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി ക്യാമറ നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 48 മെഗാ പിക്സൽ സെൻസറാണ്. നൈറ്റ് മോഡ്, പോർട്രേറ്റ് മോഡ്, വീഡിയോ റെക്കോർഡിംഗ്, പിന്നെ സിനിമ മോഡ് ഉണ്ട് കണ്ടില്ലേ. 21:9 ആസ്പെക്ട് റേഷ്യോയിൽ നമുക്ക് H-log, അതായത് ലോഗ് ഫയലായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് വെച്ച് നമുക്ക് കളർ കറക്ഷനൊക്കെ നമുക്ക് തന്നെ നടത്താം. അഡ്വാൻസ്ഡ് എഡിറ്റിംഗ് ടൂൾസ് പോയിട്ട് നമുക്ക് S-log എന്ന് പറഞ്ഞ ഓപ്ഷൻ വെച്ച് നമുക്ക് കളർ കളക്ഷനൊക്കെ നടത്താൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഓപ്ഷനാണ് നമുക്കിവിടെ കാണുന്നത് കണ്ടില്ലേ. ഇതിലിവിടെ 24 FPS ലാണ് റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ISO ഇതൊക്കെ മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ഡിഫറെൻറ്റ് മോഡ് എന്ന് പറയാവുന്നത്. പിന്നെ നമുക്ക് റെഗുലറായി വീഡിയോ റെക്കോർഡിങ്ങിൽ കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സും ഇവിടെയും കിട്ടുന്നുണ്ട്. ഇപ്പോൾ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ വീഡിയോ റെസൊല്യൂഷൻ 1080p 30 FPS, 1080p 60 FPS സപ്പോർട്ടഡ് ആണ്. പിന്നെ ഫ്രണ്ട് ക്യാമറയിൽ 1080p 60 FPS സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഇതാണ് വീഡിയോൻ്റെ ക്വാളിറ്റി. പിന്നെ സ്റ്റെബിലൈസേഷനും ഓഫർ ചെയ്തിട്ടുണ്ടെന്നാണ് നോക്കിയ പറഞ്ഞത്. അപ്പോൾ ഇതാണ് ക്യാമറേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസാണ്. ഇതൊക്കെയാണ് നോക്കിയ 5.4 എടുത്ത ക്യാമറ സാമ്പിൾസ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാമറ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. 48 മെഗാ പിക്സൽ സെൻസറാണ്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഫോട്ടോസ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ക്യാമറേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഇനി ഇതിനകത്ത് വരുന്ന ഒരു 4000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. അപ്പോൾ നമുക്കൊരു 2 ഡേ ബാറ്ററി ലൈഫാണ് നോക്കിയ പറയുന്നത്. 2 ഡേ കിട്ടിയില്ലെങ്കിലും ഒരു 1.5 ദിവസമൊക്കെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയത് കാരണം വളരെ മിനിമലിസ്റ്റിക് ആയിരിക്കും ബാറ്ററി യൂസേജ് വരുന്നത്. പിന്നെ ആപ്സിനെ ബേസ് ചെയ്തിരിക്കും. എന്താണെങ്കിലും നമ്മളൊരു ജനറലൈസ്ഡ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആകുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ഒപ്റ്റിമൈസേഷൻ ഉണ്ടാവുമെന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ അതാണ് ബാറ്ററീൻ്റെ കാര്യം പറയുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ 10 watt ചാർജിങ്ങുകളിൽ വളരെ ബേസിക് ആയ ചാർജിങ്ങേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതായിരുന്നു നോക്കിയ 5.4ൻ്റെ അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 13,999 ആണ്. അത് 14,000 റുപ്പീസാണ് 464-ന്. പിന്നെ 6GB റാമിൻ്റെ വേരിയൻ്റ് ഉണ്ട്, അതിന് 15,499, അതായത് 15,500 വരുന്നത്. അപ്പോൾ ഇത് രണ്ടാണ് വേരിയൻസ് വരുന്നത്. അപ്പോൾ ഇതായിരുന്നു നോക്കിയ 5.4ൻ്റെ അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.